നമസ്കാരം. എൻ്റെ പേര് നവാസ് അമ്മച്ചി. എൻ്റെ ഒരു ബിനു ലുക്കാച്ചൻ. ഞങ്ങൾ ടീം ബാദശാല ബേസിലെ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ജില്ലാ കോർഡിനേറ്റർ. ഞങ്ങൾ ഇതിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാദുഷാ ആൻഡ് ഹരീഷ് കണാരനുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹരീഷ് കണാരൻ ഇറക്കുണ്ടായി. ടീം ബാദശാല ബേസിൽ 50,000 കൊടുത്തു. അപ്പോൾ അത് കോവിഡ് സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഇതിലോട്ട് വലിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ടീം ബാദശാല ബേസ് തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തെ കാലമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. കോവിഡ് കാലത്ത് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി, അതിങ്ങനെ വലുതായി ഞങ്ങൾ ഇന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ രണ്ടുപേരും ബ്ലഡ് വരെ കൊടുത്തിട്ട് നിൽക്കുന്ന ലക്ഷറിക്കൊണ്ട്. അപ്പോൾ ഇന്ന് വരെ അന്ന് കോവിഡ് സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പല സിനിമാ നടന്മാരും സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. ഞങ്ങളാ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങളാ കഴിയുന്നതിൽ എനിക്ക് ഒരു ചാക്ക് അരിയെ എൻ്റെ അടുത്ത് കൊടുക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത്. പല നടന്മാരും ഉണ്ട്. ഇപ്പോൾ കണാരൻ പറഞ്ഞ പോലെ 50,000 കൊടുത്തു എന്ന് പറയാം. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഈ മരുന്നും അതുപോലുള്ള കാര്യങ്ങൾക്കുമായിട്ട് ധാരാളം ആൾക്കാർ ഭക്ഷണത്തിനും ധാരാളം ആൾക്കാർ ബാദുഷായുടെ വീടുകളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന പോലെ ഒരാൾക്ക് മരുന്ന് വേണം, ഉടനെ തന്നെ അത് എത്തിക്കണം, ഇന്ന സ്ഥലത്ത് പോയി മരുന്ന് മേടിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ മരുന്നൊക്കെ മേടിച്ചിരിക്കുന്ന ഒരു 3-4 മെഡിക്കൽ സ്റ്റോറിലാണ്. നിങ്ങൾക്ക് അത് അന്വേഷിച്ച് അറിയാം. എടപ്പള്ളി, നമ്മുടെ ഈ കല്ലൂരിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ എടപ്പള്ളി പാലത്തിന് മുമ്പായിട്ടൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്. ഞാൻ എത്രയോ വട്ടം പോയി അവിടെ മരുന്ന് പോയി മേടിച്ചിട്ട് ഓരോ ആൾക്കാരെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാസത്തേക്കുള്ള അരി ഓണ സമയത്ത്, പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ ഇതിൽ ഫെഫ്കയിലുള്ള ആൾക്കാർക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ പ്രളയത്തിന്റെ സമയത്ത് ചൂരൽമലയിലുള്ള പ്രളയം, ഈ സമയത്തൊക്കെ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ കളക്ട് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 2 ലോഡ് സാധനങ്ങളാണ് നമ്മളോട് എത്തിച്ചത്. അതുപോലെ ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 18 ഗ്രൂപ്പുണ്ട് ഇതിൽ. ടീം ബാദുഷാ ലവേഴ്സിന് ഓരോ ജില്ലാ തലത്തിലും 18 ഗ്രൂപ്പുണ്ട്, ഓരോ ജില്ലയിലെ അടിസ്ഥാനത്തിൽ. ഒരു ജില്ലയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കോർഡിനേറ്റർമാരായിട്ട് ബന്ധപ്പെടും. കാരണം എല്ലാം വരുന്നത് ടീം ബാദുഷാ ലവേഴ്സിൽ, ടീം ബാദുഷായുടെ അടുത്താണ് എല്ലാ കംപ്ലൈൻറ്റുകളും വരുന്നത്. ബാദുഷായുടെ അടുത്ത് കംപ്ലൈൻറ്റ് പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ പാലക്കാട് ജില്ലയിലുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാൻ പറയും, എന്താണ് ആവശ്യമെന്ന് നോക്കി. ഓട്ടിസം ബാധിക്കുന്ന ലേഖ ടീച്ചറിന്റെ പ്രശ്നങ്ങൾ അത് പല ചാനലുകൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയതാണ് അവിടെ. ഒരു ഓണത്തിന് അവിടെ പോയിരുന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, പഠിക്കാനുള്ള ബുക്ക് വരെ കൊടുത്ത് ഈ കഴിഞ്ഞ മാസം വരെ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഇതിലോട്ട് വലിച്ചഴിച്ചിട്ട് നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്, ഞങ്ങളുടെ ഈ പണി വരെ കളഞ്ഞിട്ട് നമ്മളിതിനു വേണ്ടി കഷ്ടപ്പെട്ടത്, അതിനൊരു വിലയില്ലാതാക്കി കളയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കണാലിൽ ഇറക്കിയത്. കണാലിലോട്ട് വരാൻ ഞങ്ങൾ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ടീം ബാദുഷാ ബാദുഷായുടെ കയ്യിൽ നിന്നാണ് ഈ പൈസയൊക്കെ ഞങ്ങൾക്ക് തരുന്നത്. ഈ പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എല്ലാം ബാദുഷായുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ്. ഞാനിപ്പോൾ ഇവൻ പെയിൻറ്റ് പണിക്കാരനാണ്. എനിക്കിപ്പോൾ ഈ സ്റ്റോറിൻ്റെയൊക്കെ പരിപാടിയാണ്. ഞാനൊരു ആക്ടറും കൂടിയാണ്, നാടകങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്ത് ഞങ്ങൾ പോകുന്നത് ബാദുഷാനുള്ള വിശ്വാസം, അവനുള്ള ആ പുള്ളിയിലുള്ള ആ ഒരു ആത്മാർത്ഥത, കയ്യിലുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണത, എല്ലാം സിനിമയിലൂടെ തന്നെ നശിപ്പിച്ച ഒരാളുമാണ് ബാദുഷാ. എല്ലാ കയ്യിലുള്ളതെല്ലാം കുടുംബം പോലും നോക്കാണ്ട് അദ്ദേഹം ദാനം ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾക്കറിയാവുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ വരുന്നത്. ഇത് പറയുമ്പോൾ ആരും ഈ കണാരൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ വേറെ ഈ കണാരൻ്റെ പോസ്റ്റിന് താരം വന്ന് കമൻ്റ് ഇടുന്നവർ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ടീം ബാദുഷാ ലവേഴ്സിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തകരുണ്ട് കേരളത്തിൽ. ഇന്ന് ഒരു സംഘടനയ്ക്കും ഇല്ലാത്ത പ്രവർത്തന ശക്തിയുള്ള ഒരു ടീമാണ് ഞങ്ങൾ ടീം ബാദുഷാ ലവേഴ്സ്. ഏത് ജില്ലയിൽ നിന്നൊരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് മുന്നിട്ടിറങ്ങി ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് ബ്ലഡാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആർക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് അവിടെ ഉടനെ ഞങ്ങൾ പാഞ്ഞത്. അതുപോലെ തന്നെ മെഡിസിൻ, അങ്ങനെ പ്രവർത്തനം
അങ്ങനെ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒത്തിരി ഉണ്ട്. ഞങ്ങൾ ഓർത്തത് ഇതിപ്പോൾ നമ്മൾ ഒരു ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഓർത്തിരിക്കാറില്ല. അത് കഴിഞ്ഞു, അടുത്തതിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഓർത്തിരിക്കാറില്ല ഒരു കാര്യങ്ങളും. ഞങ്ങൾക്ക് അതാരും മീഡിയയിൽ പറഞ്ഞിട്ടുമില്ല ഇതേവരെ ഒരു മീഡിയയിലും വന്നിട്ട്. നമുക്ക് ആരും സപ്പോർട്ട് വേണ്ട, നമുക്ക് ബാദുഷയുടെ സപ്പോർട്ട് മതി. ആ മനുഷ്യന്റെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പൈസ മാത്രമാണിത്. അദ്ദേഹം കോവിഡ് സമയത്ത് നടന്മാരിൽ നിന്ന് പൈസ കിട്ടും. അന്ന് അതിനും മാത്രം 10,000 കണക്കിന് ആൾക്കാർക്കാണ് അന്ന് ഫുഡ് കൊടുത്തത്. ഞങ്ങൾ മാസങ്ങളോളം അന്ന് ഫുഡ് കൊടുത്തത്. അതൊന്നും മനസ്സിലാക്കാത്തത്. കാശ് വേണ്ടേ അതിന്? അവസാനം കാശില്ലാതെ മാംദുഷയുടെ കയ്യിൽ നിന്ന് എടുത്തും തീർന്ന് അവസാനം ഞങ്ങൾ പൈസ ഇല്ലാണ്ട് വന്നിട്ടാണ് ഞങ്ങൾ ആ ഫുഡിന്റെ കാര്യം നിർത്തി. അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങ് നിർത്തിക്കളഞ്ഞൊന്നുമല്ല. പൈസ തീർന്ന് ഞങ്ങളുടെ കയ്യിൽ. മനസ്സിലായോ? കണാരൻ പറയുന്ന പോലെ ഒന്നല്ല. കണാരന് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കണാരനെ കുറ്റപ്പെടുത്താൻ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾ 500,000 അടുത്ത് TV മൊബൈലാണ് ഞങ്ങൾ കൊടുത്തത്. മൊബൈൽ ഫോൺ കുട്ടികൾ വീട്ടിലിരുന്ന് മൊബൈലിലൂടെ പഠിക്കണമെന്ന് സർക്കാർ ഇറക്കിയപ്പോൾ ഞങ്ങൾ 1000 അടുത്ത് വരും ഞങ്ങളുടെ TV മൊബൈൽ ഞങ്ങൾ കൊടുത്തത്. ഈ എല്ലാ ജില്ലകളിലും കൊടുത്തു ഞങ്ങൾ. ഇതൊന്നും ഞങ്ങളെ ഒരു ചാനലിലും വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ ഇതേവരെ ഒന്ന്. ഈ കണാറിന് ആവശ്യമില്ലാണ്ട് ഞങ്ങളെ പേരെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങളെ ഇത് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിച്ചില്ല. ഉപകാരം ചെയ്യുന്നവരെ എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഞങ്ങളെ ബലിയാടകളാക്കുന്നത്? പിന്നെ ഇനി കണാറിലോട്ട് വരാം. കണാരൻ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ തരമില്ല. കാരണം ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ തരമില്ലാത്ത കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കണാരൻ്റെ ഒരു ആക്ഷേപം ചാനലിലൂടെ പുറത്തു വിട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അന്തിച്ചു പോയി. കാരണം ബാദുഷയുടെ അവസ്ഥ അറിയാം. ബാദുഷാ ദിലീപിൻ്റെ പടവും അതുപോലെ വെടിക്കെട്ടും അതുപോലത്തെ പടങ്ങളൊക്കെ എടുത്തിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. ബാദുഷ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പാടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും വന്നിട്ട് നിറവേറ്റാൻ ഞങ്ങളാ കഴിയുന്ന രീതി ചെയ്യുന്നുണ്ടെങ്കിലും നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. ബാദുഷയുടെ കയ്യിൽ പൈസ ഇല്ല. അദ്ദേഹം കൊടുക്കും, ആത്മാർത്ഥതയുള്ള കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കൊടുക്കാൻ പറ്റി കാണിയാലായിരിക്കും. കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കണാരൻ പറയുന്നുണ്ട്, എൻ്റെ കണാരൻ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഏഷ്യാനെറ്റിൻ്റെ പണത്തിൻ്റെ കാര്യം പോട്ടെ, കാശിൻ്റെ കാര്യം നാളെ കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്ത് കൊടുത്താൽ നാളെ കൊടുത്താൽ പൈസയുടെ കാര്യം തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള ചാൻസുകൾ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ബാധിച്ചു എന്നൊക്കെ പറയുന്നതിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം ARM സിനിമയിൽ വയനാട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ഷൂട്ടിങ് കഴിഞ്ഞു, ആ സിനിമയും റിലീസ് ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ നിന്നപ്പോൾ ആ ഫംഗ്ഷന് പങ്കെടുത്തിട്ട് കണാരൻ പോകുന്ന വഴിയിൽ റൊമീനോ വിളിച്ച് ചോദിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു. റൊമീനോ വന്നിട്ട് എന്താ ചേട്ടാ ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ വരാഞ്ഞത്? അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. എന്തൊരു മണ്ടത്തരമാണ്! എന്തൊരു ആൾക്കാരാണ് ആ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ വരുന്നത്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എന്താണ് റൊമീനോക്ക് വിളിക്കാൻ വരായിരുന്നോ? അടുത്ത സുഹൃത്തുക്കളല്ലേ? ഫോൺ നമ്പർ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് ടൊവിനോ വിളിച്ചില്ല? എന്തുകൊണ്ട് ആ സംവിധായകൻ വിളിച്ചില്ല? ഇതെന്താണ് ടൊവിനോ ഷൂട്ടിങ്ങും പടവും റിലീസ് ചെയ്തതിനു ശേഷം മാത്രം വിളിച്ച് സംസാരിക്കാൻ മാത്രം എന്താണ് ബന്ധോ? അപ്പോൾ ആ സമയത്ത് ബന്ധമില്ലേ വരുന്നത്? ഇവർക്കൊന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റില്ലേ? ടൊവിനോക്കോ അല്ലെങ്കിൽ ഈ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളോ ആർക്കെങ്കിലും ഒന്ന് വിളിച്ച് അവരോട് ചോദിക്കാമല്ലോ, എന്താ ഹരീഷ് കണാരന് തിരക്കുണ്ടോ? എന്താ ഹരീഷ് കണാരൻ ആ സമയം വരെ ഫോൺ എടുക്കില്ലേ? അപ്പോൾ എന്താണ് അതിനോട് അർത്ഥമാക്കുന്നത്? എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അപ്പോൾ ഇതിലൊക്കെ എന്തോ ഈ റേച്ചൽ മൂവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളികളാണ് ഈ നടക്കുന്നതെന്നാണ്. റേച്ചൽ മൂവി 1 കൊല്ലം മേലായി ഞങ്ങൾ ഇത് സാധനം റിലീസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. എല്ലാത്തരം പ്രശ്നങ്ങളും അതിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരുന്ന കാര്യം മനസ്സിലാവുന്നില്ല. ഒരാളെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു ഇതിൽ അതിൽ ബലിയാടാണ് ഹരീഷ് കണാരൻ. ഹരീഷ് അത് മനസ്സിലാക്കണം. ആദ്യ സമയത്തൊക്കെ ഒരുമിച്ച് കൂടേണ്ട ഒരാളാണ് ബാദുഷ ഒരാളെ ചതിക്കത്തില്ല. ബാദുഷക്ക് അങ്ങനെ ചതിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഞങ്ങൾ ഈ പ്രവർത്തകർക്കറിയാം. ഞങ്ങൾ അതുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ടീം ബാദുഷ ലവേഴ്സിനെ ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ഇതെല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് നാറ്റിച്ച് കളയാന്ന് വെച്ചാൽ ടീം ബാദുഷ ലവേഴ്സ് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെ പിന്നെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് ഞങ്ങൾ. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, തല്ലും പിടിക്കുമെന്നൊക്കെ. ആര് തല്ലും കൂടി ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങൾ കൂലിപ്പണിക്കാരാ. ഞങ്ങൾ തല്ലാനും കൊല്ലാനൊന്നും പോകാറൊന്നുമില്ല. ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനം, ആർക്കെങ്കിലും കഷ്ടപ്പാട് വന്നിട്ടുണ്ട് അവിടെ ഓടിയെത്തുന്ന. അല്ലാണ്ട് ഞങ്ങൾക്ക് തല്ലാനും കൊല്ലാനും ഒന്നും ഞങ്ങളൊന്നും ആരും പോകാറുമില്ല. ബാദുഷ പറഞ്ഞാലും ആ പരിപാടിക്ക് പോവുകയോ ബാദുഷ പറയുകയില്ല. ബാദുഷക്ക് അങ്ങനത്തെ സ്വഭാവമില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വിറ്റ് സമൂഹത്തിൽ ഒരു ചിത്രത ഉണ്ടാക്കുക, സിനിമാ വ്യവസായത്തിന് ഒന്ന് കുറേ മീഡിയകൾക്കൊരു ഇതുണ്ടാക്കി കൊടുക്കുക. എന്തിനു വേണ്ടി? കുറേ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അവർക്ക് പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോഷൻ കൊടുക്കുക. ഈ ഹരീഷ് കണാരൻ ചെയ്യുന്ന രീതി ശരിയല്ല. ഇത് എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. എന്തായാലും ഇതിലിപ്പോൾ മറുപടി പറയേണ്ടത് ശരിക്കും ARM എടുത്തിൻ്റെ ഇത് ഇട്ടേക്കുന്നത്. എത്ര നാളെ ആ പടം റിലീസായിട്ട്? അതിൻ്റെ എല്ലാം കഴിഞ്ഞു.
എന്നിട്ട് ഇപ്പോഴാണ് ഈ റേച്ചൽ റിലീസിങ് ഡേറ്റിനാണ് ഈ സംഭവമായിട്ട് വരുന്നത്. ഇതൊക്കെ എന്താ ഫേക്ക്? എന്തിനാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ഞങ്ങളൊന്നും ടീം ബാദ്ഷാ ലവേഴ്സ് ഒരിക്കലും ഈ സിനിമാ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടോ കണാരൻ്റെ വിഷയം ബാദ്ഷായുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും ഞങ്ങൾ പ്രതികരിക്കാനില്ല. ഞങ്ങളിത് പറയിപ്പിച്ചാൽ ഞങ്ങളെ കൊണ്ട് ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ ഇത്രയും ദിവസം പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങളിപ്പോൾ പ്രതികരിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ടീം ബാദ്ഷാ ലവേഴ്സ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളാ കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് പ്രവർത്തനം ചെയ്യും. ഞങ്ങളാ കഴിയുന്നത് ഇനിയും ബാദ്ഷാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുണ്ടാവും ബാദ്ഷായുടെ കൂടെ. അത് മനസ്സിലാക്കുക ഞങ്ങൾ അത്രേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് കണ്ടറിഞ്ഞവരാണ് ഞങ്ങൾ മാത്രമല്ല പലരും, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള പലരും. ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ടീം ബാദ്ഷാ ലവേഴ്സിനെ. ഞങ്ങളങ്ങനെ ആരെയും മോശക്കാരനാക്കാനോ ഒന്നിനും പോകില്ല. സാമൂഹ്യ പ്രവർത്തനം ഇപ്പോൾ നാളെ ഹരീഷ് കണാലിൻ്റെ പ്രശ്നം വന്നാലും ഞങ്ങൾ ഓടിയെത്തും. ഞങ്ങളെല്ലാം ആരാധിക്കുന്ന ഒരാളാണ്, ഞങ്ങളെല്ലാം സിനിമ കാണുന്ന ആളാണ്. ഹരീഷ് കണാലിൻ്റെ കുട്ടനാടൻ മാർപ്പാപ്പയിൽ നമ്മളൊക്കെ ആ ലൊക്കേഷനിൽ പോയി ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ പോയിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ബാദ്ഷായുടെ അടുത്ത് ഓരോ ആവശ്യങ്ങളുമായിട്ട് ചെല്ലും. ഈ ഇന്നാൾ വന്നിട്ടുണ്ട്, ബാഗ് വേണം, മരുന്ന് വേണം ബാദ്ഷാ എന്നും പറഞ്ഞാൽ അതിൻ്റെ ഇതുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ബാദ്ഷാ അതിനെ കൈകാര്യം ചെയ്തു തരും. അങ്ങനെ പല ലൊക്കേഷനിലും ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ടീം ബാദ്ഷാ ലവേഴ്സിൽ ബാദ്ഷാനെ തകർക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. കാരണം നന്മയുള്ളവനാണ്. നന്മ നിങ്ങൾ ഈ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുമെന്നറിയാം. ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. മെസ്സേജ് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിൽ ഫേക്ക് അടിയിൽ വന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കാം. സത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി മെസ്സേജ് അയക്കുന്നവനാണ് ആണത്തുള്ളവൻ. അല്ലാണ്ട് മറഞ്ഞിരുന്ന് ഒരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ആണത്തം. കുടുംബത്തിനെ ഒക്കെ വലിച്ചഴിച്ച്. എന്തായാലും ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിനക്കെന്തും പറയാനുണ്ടോ? അല്ലേ, ഇങ്ങനെ പറഞ്ഞ തന്നെ പറയാനുള്ളത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു ലോബിയാണ് കളിക്കുന്നത്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ സത്യം എന്നാണെങ്കിലും പുറത്തു വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. എല്ലാവരും റേച്ചൽ സിനിമ കാണണം. ഞങ്ങളുടെ ബാദ്ഷായുടെ സിനിമയാണ്. ഞങ്ങൾ അതിന് ഫുൾ സപ്പോർട്ടാണ് ടീം ബാദ്ഷാ ലവേഴ്സിൻ്റെ. ആ പടം വിജയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ സാമൂഹിക പ്രവർത്തനം ഒക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കയ്യിലുണ്ടെങ്കിലല്ലേ ചിലവഴിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളും സഹായിക്കാനില്ല ഇത്രയും വർഷമായിട്ട്. അപ്പോൾ ബാദ്ഷായുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് ഇത് കംപ്ലീറ്റ് ഇതിൽ മുടക്കുന്നത്. എന്തായാലും ദൈവത്തിന് മാത്രം അറിയാം. 12-ാം തീയതി റിലീസ് ചെയ്യുന്ന റേച്ചൽ സിനിമ എല്ലാവരും കാണണം, കണ്ടു വിജയിപ്പിക്കണം. അത്രമാത്രം പറയുന്നു. ഈ പറഞ്ഞ ഫേക്ക് ഇത് പടം റിലീസ് വന്ന ആ സമയം അതൊക്കെ മനസ്സിലാക്കുക. ഒരാളെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലാക്കുക. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ.